ഇപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരായിക്കോട്ടെ ഇന്റെ കുട്ടിക്ക് എന്ന് എഴുതിങ്ങാണ്ട് ഒരാൾ അബൂബക്കർ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തിനാ ചിരിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും. ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കുക, പ്രസിഡന്റും ആയില്ല. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്. ഓർമ്മത്താലോ, പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു 10 പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയുദ്ദീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, കുഞ്ഞീദീനുണ്ടാവും, മീദീൻ കുട്ടി ഉണ്ടാവും. ഒക്കെ അസലൊന്നാണ്. അത് നമ്മളെ പഴയ ആൾക്കാർ കുറച്ചൊരു മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. സംഗതി അസല് മുഹിയുദ്ദീനാണ്. ഒരു 10 പേരാ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര്. ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ്. കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കുക എന്താ എൻ്റെ പേര് എന്നാണ്. പേരപ്പം ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം. ഉദ്ദേശം സിറാത്ത് പാലം കിടക്കുമ്പോ കയ്യമ്മ പിടിക്കണം എന്നാണ്. പേരതിനനുസരിച്ചല്ലെങ്കിൽ സംഗതി നടക്കൂല. ഉദ്ദേശം ഹാഫിളാക്കണം എന്നാണ്. പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഗതി നടക്കൂല. ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്, ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്. പേര് വളരെ പ്രധാനമാണ്. അപ്പൊ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വിചാരിക്കണം. 2 നല്ല പേരിടണം. മൂന്നാമത്തേത് ഹലാലും തൊയ്യുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഹലാലും തൊയ്യുമായ ഭക്ഷണം കൊടുക്കണം. ഹലാല് മാത്രം പോരാ, തൊയ്യുബായിരിക്കണം. എല്ലാ ഹലാലുകളും തൊയ്യുബല്ല, എല്ലാ തൊയ്യുബുകളും ഹലാലാണ്. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യുബായിരിക്കണം. എന്താ തൊയ്യുബ് പറഞ്ഞാൽ? തൊയ്യുബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യുബ് എന്ന് പറയുന്നത്. ഹലാലിന് വേറെയും വയ്യുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പലതുണ്ട്. ഇപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും, തൊയ്യുബാവൂല. അപ്പൊ ഹലാല് വേറെയാണ്, തൊയ്യുബ് വേറെയാണ്. തൊയ്യുബ് നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത്. അതാണ് സഹയ്യിന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം. ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ്. ചില നാട്ടില് നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ എന്നാൽ ആൾക്കാർ പറയും, ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഉസ്താദേ ഭക്ഷണം മൂപ്പര കൊടുക്കാനും നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് വേണമെങ്കിൽ പെരക്കും കൊണ്ടാവാം. എന്തേ? ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും. അതേസമയത്ത് പിശുക്കന്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും. അത് ഹോട്ടലിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കായൊടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല ഭക്ഷണം നമ്മൾ പറയും. ചിലർന്ന് ഭക്ഷണം കഴിച്ചാലോ എന്തോ ഒരു കുരുത്തക്കെട്ടുള്ള മാതിരി തോന്നുന്നുണ്ട്. കായൊക്കെ ചിലവായിട്ടുണ്ടാവും. അങ്ങനെയാണ്. ഹോട്ടലിലും ഉണ്ടാവും, അത് എല്ലായിടത്തും. ബേക്കറിയിലും ഉണ്ടാവും, വെള്ള കച്ചവടം ചെയ്യുന്നിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കണം. നമ്മൾ കഴിക്കുന്നതും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നതും. മക്കളിൽ ബറക്കത്തുണ്ടാണെങ്കിൽ. 4ാമത്തെ കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ 4ാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം. ജീവിക്കാൻ ആവശ്യമായതും ഒപ്പം മുസ്ലിമാകാൻ ആവശ്യമായതും. അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം. 1 മുസ്ലിമാവണം, 2 ജീവിക്കാൻ പറ്റണം. മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അറിവുകൾ. ജീവിക്കാൻ പറ്റുന്നുണ്ട്, മുസ്ലിമാവാൻ പറ്റണില്ലെങ്കിൽ പറ്റൂല. മുസ്ലിമാവാൻ പറ്റുന്നുണ്ട്, ജീവിക്കാൻ പറ്റണില്ല, രണ്ടും പ്രശ്നമാണ്. മുസ്ലിമാവാനും പറ്റണം, ജീവിക്കാനും പറ്റണം. അതാണ് സംഗതി. അപ്പൊ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം എന്നതാണ്. അപ്പൊ മക്കളിലെ ബറക്കത്തെ ഞാൻ പറഞ്ഞു. കുടുംബജീവിതത്തിൽ ഇതേമാതിരി തന്നെയാണ്. കുടുംബജീവിതം ബറക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാവും.
ബറക്കത്തില്ലാത്തതുകൊണ്ട്. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുഹ്യിദ്ദീൻ ശൈഖാണ് റളിയല്ലാഹു അൻഹു. ബറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ വലിയ ഉദാഹരണമാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാനെ പറ്റിയൊരു ചരിത്രമുണ്ട്, അബൂ സ്വാലിഹ്. അത് അബൂ ഹനീഫ ഇമാമിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട്. പഴയകാലത്ത് ഉസ്താദുമാരൊക്കെ വാഴ്ന്നറിയുമ്പോൾ പറയലുണ്ട്. അറബി കിതാബുകളിലൊന്നുമില്ല, പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ താരീഖ് എന്ന് മുൻഗാമികൾ പറയാറുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ വാപ്പാന്റെ അബൂ സ്വാലിഹിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. കഥകൾ കേട്ടതായിരിക്കും. ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു. കഴിച്ചതിന്റെ ശേഷം ആലോചിച്ച്, പടച്ചോനെ ആരതായിരിക്കും അത്തിപ്പഴം, അയാൾക്ക് ഇഷ്ടമുണ്ടോന്നാവോ? മസ്അല അനുസരിച്ച് പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വന്നാൽ അതെടുത്ത് കഴിക്കാം എന്ന് തന്നെയാണ്. ഒരു കടലമണി കിടക്കുന്ന കണ്ടാൽ അതിന്റെ മുതലാളിനെ അന്വേഷിച്ച് പോകുമൊന്നും വേണ്ട, എടുത്തു തിന്നാം എന്ന് തന്നെയാണ് മസ്അല. ഉടമസ്ഥൻ സാധാരണഗതിയിൽ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാറുള്ള വസ്തുവാണെങ്കിൽ അത് കിട്ടിയവന് ഉടമപ്പെടുത്താവുന്നതാണ്. ഉടമസ്ഥൻ പിന്തിരിഞ്ഞ് കളയാത്തതാണെങ്കിൽ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും സമയം പരസ്യം ചെയ്യേണ്ടതാണ്. സ്വർണ്ണക്കാവുമ്പോൾ അതിനനുസരിച്ച് വേണ്ടി വരും, 10 റുപ്യ ആവുമ്പോൾ അതിനനുസരിച്ച് മതിയാവും. അങ്ങനെയാണ്. അപ്പോൾ ഒരു പുഴയെ കൂടെ അത്തിപ്പഴം ഒഴുകി വന്നാൽ എടുത്ത് തിന്നാൻ തന്നെയാണ് മസ്അല. എന്നാലും ആരുടെ ഇക്കാരം റബ്ബേ. അങ്ങനെ പുഴക്കരയിലൂടെ അത്തിമുതലാളിയെ തെരഞ്ഞുപോയി. കുറെ ദൂരം ചെന്നപ്പോ അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ സയ്യിദായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ നിന്ന് അത്തിമരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു. കഴിച്ചതുപോലെയുള്ള അത്തിപ്പഴം ആ മരത്തിൽ നിൽക്കുന്നുണ്ട്. ഈ മുതലാളിയുടെ അത്തിപ്പഴം തന്നെയായിരിക്കും ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കി. അത്തി മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ കഴിച്ചു പോയി, നിങ്ങൾ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? അബ്ദുല്ലാഹി സൗമായി എന്ന സയ്യിദായ തോട്ടമുടമ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു തരൂലാന്ന്. എന്നാ പൊരുത്തപ്പെട്ട് കിട്ടാൻ ഞാൻ എന്താ വേണ്ടത്? എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാലാവധി പൂർത്തിയായി, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. പൊരുത്തപ്പെടൂലെന്ന് പറഞ്ഞു. ഇഞ്ഞെന്താ വേണ്ടതെന്ന് ചോദിച്ചു. കയ്യും കാലുമില്ലാത്തൊരു മകൾ എനിക്കുണ്ട്, അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണെട്ടി. ഫാത്തിമ എന്നായിരുന്നു പേര്. അതിലുണ്ടായ കുട്ടിയാണ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു പുഴയിൽ ഇങ്ങനെ കുളിക്കുകയാണെന്ന് കരുതിക്കോളി. അപ്പൊ ഒരു അത്തിപ്പഴത്തിന് പകരം ആനമുടുക ഇങ്ങനെ ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി. എന്നിട്ട് നമ്മളതെടുത്ത് തിന്നു. രസം വലുതായിക്കോട്ടെ വെച്ചിട്ടാണ് വന്നത്. ആനമുടുക അതെടുത്ത് കണ്ട് തിന്നു. തിന്നതിന്റെ ശേഷം ആരുടെ ഇക്കാരെ റബ്ബത് എന്ന് ആലോചിച്ചു എന്ന് വിചാരിച്ചോളി. അതിനെ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആന മുതലാളിനെ തെരഞ്ഞു പോയിട്ട് അയാളോട് പറഞ്ഞു, നമ്മളോട് പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ 2 കൊല്ലം ഇന്റെ ആനന്റെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. എന്തേക്കാനും മറുപടി, പിന്നെ അതിന് ഈ വലുപ്പത്തിൽ വേറൊരു സാലിമിനെ നോക്കിക്കോളി, ഞാൻ പോവുകയാണ് പറഞ്ഞ് പോരൂലേ. അതെന്നെ മുഹ്യിദ്ദീന്റെ മറ്റേ കുട്ടി നമുക്ക് ഉണ്ടാകത്തതിന്റെ കാരണം. തിന്നാൻ കൊടുക്കണത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണ്. എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണല്ലോ. അത് നേരാവണ്ടേ, എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് ഗൗസുൽ ആദം. തഴവോസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയില് ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട്, ഒരു താരീഖ്. നൂഹ് ബിൻ മറിയം എന്ന പേരായ ഒരു പൈസക്കാരുണ്ടായിരുന്നു, വലിയൊരു മുതലാളി. നൂഹ് ബിൻ മറിയം, മറിയമ്മിന്റെ മകൻ നൂഹ് എന്ന പേരായിട്ട് പഴയ കാലത്ത് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്കൊരുപാട് തോട്ടങ്ങളുണ്ട്.
അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒരു തോട്ടം കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പൊ അവിടെ പാറാവുകാരനായ ഒരു അടിമയുണ്ടായിരുന്നു. മുബാറക്ക് എന്നാണ് അടിമയുടെ പേര്. അങ്ങനെ നൂഹ് ബിൻ മറിയം, നൂഹ് മുതലാളി ഇങ്ങനെ ചെന്ന് തോട്ടത്തേക്ക് ഇറങ്ങി, തോട്ടം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ക്ഷീണിച്ച് വന്നിട്ട് ഒരു കസാലയിൽ ഇരുന്നിട്ട് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് തിന്നാൻ നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുവരികയായിരുന്നു. അതിൽ മുബാറക്ക് ഇങ്ങനെ പോയിട്ട് ഒരു പഴം കൊടുന്നെടുത്തു, കത്തിയും കൊടുത്തു. ചെത്തിയിട്ട് തിന്നു നോക്കുമ്പോ അലാക്കിന്റെ പുളി. എടാ മുബാറക്കെ, എനിക്ക് തിന്നാൻ എന്നോട് ഞാനൊരു പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ പുളിയുള്ളതാ കൊടുന്നത്, വേറൊന്നും കൊണ്ടുവരാറുണ്ട്. അതിൽ മൂപ്പരിങ്ങനെയാണ് പോയിട്ട് വേറൊരു പഴം കൊടുന്നെടുത്തു. തിന്നു നോക്കുമ്പോ അതിലേറെ വലിയ പുളി. വേറെ മൂന്നാമത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. മൂന്നാമത്തും അങ്ങനെ തന്നെ ആയപ്പോ ചോദിച്ചു, എത്ര കാലമായി ഇപ്പൊ ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? ഇതുവരെയും ഈ തോട്ടത്തിൽ മധുരമുള്ള പഴയതാണ്, പുളിയുള്ള പഴയതാന്ന് എനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോ മുബാറക്ക് പറഞ്ഞു, മുതലാളി, ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാനല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്, ഇതിന് കാവൽ നിൽക്കാനാണ്. പടച്ചോനാണ് നേര്. ഈ തോട്ടത്തിൽ മധുരമുള്ളതേതാണ് പുളിയുള്ളതേതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴവും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. നൂഹ് മുതലാളി പറഞ്ഞു മുബാറക്കിനോട്, വേഗം തുണിങ്കുപ്പായം മാറ്റൊരാവശ്യമുണ്ട് പറഞ്ഞു. മാറ്റൂട് പറഞ്ഞു. അങ്ങനെ തുണിങ്കുപ്പായം മാറ്റി പെരേക്കൊണ്ടായി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി, എനിക്കൊരു പുതിയ ആശയം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടത്തിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് മുബാറക്കിനോടൊരു പഴം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്കൊരാശയം തോന്നി പറഞ്ഞു. എന്ത് ചോദിച്ചു. നമ്മളെ മോൾക്ക് നമ്മൾ കുറെ കാലമായിട്ടൊരു പുതിയാപ്പളുടെ അന്വേഷിച്ച് നടക്കല്ലേ, മുബാറക്കിനെ കൊണ്ടാണ് കെട്ടിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ മോളോടും ചോദിക്കട്ടെ പറഞ്ഞു. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ? അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സൂഫി ലോകത്ത് പ്രസിദ്ധനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനിയും വാപ്പാനിയും താരീഖാണ് പറഞ്ഞത്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സംഗതിയാണ്. സ്വഹാബത്തിനിടയിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും നന്നായി ബറക്കത്തുണ്ടായ ആള് മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാളിനോട് ഒരു ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോ 9 ഭാര്യമാര് ഹയാത്തിലുണ്ട്. 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാരുണ്ട്. ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ വാ സൗദ അൻതിസ്ഇ നിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ ഖുയ്യിറന ഫഖ്തറന നബിയൽ മുഖ്തഫ. ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ വാ സൗദ സോഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ
മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ നബി തങ്ങൾ സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ 9 പെണ്ണിട്ടും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മോളാണുള്ളത്. പുതിയാപ്പള മരോന് ഒരു പെണ്ണുടിയും കെട്ടാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോ കൊടുത്തതുമില്ല. ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്, ചോദ്യത്തിനൊന്നും കുഴപ്പമില്ല. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ആ ഹദീസ്, എവിടെയാണ് ആ ഹദീസ്, ആ ഹദീസിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്, ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അലി റളിയല്ലാഹുവിന് സമ്മതം ചോദിച്ച ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലി റളിയല്ലാഹുവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ അതിന് കൊടുത്ത മറുപടി, അലിയെ നീ രണ്ടാമതൊരു കല്യാണം കഴിക്കരുത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്നാണ് കൊടുത്ത മറുപടി. അതായത് രണ്ടാമത് കല്യാണം ആലോചിച്ചിരുന്നത് അബൂജഹലിന്റെ മകളായിരുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ രണ്ടാമത് കല്യാണം കഴിക്കാൻ സമ്മതം കൊടുക്കാതിരുന്നതല്ല. രണ്ടാമത് കെട്ടാൻ പോണത് അബൂജഹലിന്റെ മകളെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടുന്നത് ശരിയല്ല അലിയേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.